ഫിഫ ലോകകപ്പിൽ പോർച്ചുഗലിന് വീണ്ടും സമനില. കൊളംബിയയോട് ഗോൾ രഹിത സമനില കുരുങ്ങിപ്പോയി. ഗ്രൂപ്പിൽ കൊളംബിയയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് പോർച്ചുഗൽ നോക്കൌട്ടിന് യോഗ്യത നേടിയത്. അതേസമയം ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും വിജയത്തോടെ അവസാന 32-ലെത്തി. അനിൽ വാസുദേവ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അനിൽ. പറയൂ. മഴ പെയ്യുമ്പോൾ മഴയേക്കാളും വലിയ ആവേശത്തിൽ കളി വരട്ടെ. ഗുഡ് മോർണിംഗ് എസ് കെ. പറഞ്ഞ പോലെ തന്നെ ഗോൾ മഴ പെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതുണ്ടായില്ല എന്ന് തന്നെയാണ്. ഇരു ടീമുകളും ഗോളില്ലാ സമനിലയ്ക്ക് കൈകൊടുത്ത് പിരിഞ്ഞിരിക്കുകയാണ് മയാമിയിൽ. പോർച്ചുഗൽ കൊളംബിയ പോരാട്ടമാണ്. രണ്ട് ടീമുകളും ലക്ഷ്യമിട്ടത് ഗ്രൂപ്പ് ചാമ്പ്യൻ പട്ടമാണ്. പക്ഷേ അതിൽ ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്നത്, അല്ലെങ്കിൽ റാങ്കിങ്ങിലൊക്കെ തന്നെ മുന്നുള്ളത് പോർച്ചുഗൽ ടീമാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. പക്ഷേ അവർക്ക് വളരെയധികം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ഉണ്ടായത്. ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായി നോക്കൌട്ടിന് യോഗ്യത നേടിയെങ്കിൽ പോലും പോർച്ചുഗൽ പോലൊരു ടീമിൽ നിന്ന് ഇത് മതിയോ എന്ന് ആരാധകർ ചോദിക്കുന്നുണ്ട്. അവർ ആദ്യ മത്സരത്തിൽ കോങ്കോയോട് 1-1 സമനില വഴങ്ങി. അത് പരിഹരിച്ചത്, അല്ലെങ്കിൽ അതിന് ആരാധകർക്കെങ്കിലും കുറച്ച് മാറ്റം വന്നത് തൊട്ടടുത്ത മത്സരത്തിലെ ഉസ്ബെക്കിസ്ഥാനെതിരായ വമ്പൻ മത്സരത്തിലായിരുന്നു, അല്ലെങ്കിൽ ആ വമ്പൻ ജയത്തോടു കൂടിയായിരുന്നു. പക്ഷേ പിന്നീട് ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ കൊളംബിയക്കെതിരെ വീണ്ടും നിറം മങ്ങുന്ന റൊണാൾഡോയെയും പറങ്കിപ്പടയുമാണ് നമ്മൾ കണ്ടത്. ഈ മത്സരത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യം എടുത്താൽ കൊളംബിയയ്ക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. പന്തടക്കത്തിലും ഷോട്ടുകളുടെ എണ്ണത്തിലും ഓൺ ടാർഗറ്റഡ് ഷോട്ടുകളുടെ എണ്ണത്തിലും ഒക്കെ തന്നെ ബഹുദൂരം മുന്നിലായിരുന്നു. 1-2 തവണ ഗോളിലേക്ക് ഉന്നം വെച്ച് അത് ജസ്റ്റ് മിസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു തവണ ഗോൾ വല ചലിപ്പിച്ചതുമാണ്. പക്ഷേ ഓഫ് സൈഡിൽ ഒരു ബൂട്ടിൻ്റെ ഒരു അറ്റം എന്നൊക്കെ തന്നെ, അതിൽ മാത്രമാണ് പോർച്ചുഗൽ കൊളംബിയൻ താരത്തിൻ്റെ ബൂട്ടിൻ്റെ ഒരു അറ്റം ഓഫ് ലൈനിൽ കുരുങ്ങി, അല്ലെങ്കിൽ ആ ലൈനിനപ്പുറം കടന്നതുകൊണ്ട് മാത്രം ഒരു 1-0 തോൽവി ഏറ്റുവാങ്ങാതെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു പറങ്കിപ്പട എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അവർക്ക് ഇത് രണ്ടാം സ്ഥാനക്കാരായി മുന്നേറുമ്പോൾ ക്രൊയേഷ്യയാണ് അടുത്ത റൗണ്ടിൽ എതിരാളികളായി വരുന്നത്. അതേസമയം ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഒക്കെ തന്നെ ജയത്തോടു കൂടി തന്നെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. പാനമയെ എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ചത്. ക്രൊയേഷ്യയും ജയത്തോടുകൂടി 2-1 ജയത്തോടുകൂടി അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയിരിക്കുകയാണ്. എസ് കെ. അർജന്റീന കളിക്കാൻ ഇറങ്ങാൻ പോകില്ലേ? അപ്പോൾ അർജന്റീനയും ജോർദാനും തമ്മിലുള്ള കളി തുടങ്ങിയോ? എന്താണ് അതിൻ്റെ വിവരങ്ങൾ? മാത്രമല്ല മെസ്സി ആദ്യ ലെവലിൽ ഇല്ല എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. എസ് കെ ഗ്രൂപ്പ് ഘട്ടത്തിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ടാണ് മെസ്സിപ്പട ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മത്സരത്തിന് തുടക്കമായിട്ടുണ്ട്. എന്തായാലും അർജന്റീന ആദ്യ 2 മത്സരങ്ങളിൽ തകർപ്പൻ ജയം നേടി. അൾജീരിയക്കെതിരെ മെസ്സിയുടെ ഹാട്രിക് മികവിൽ ഒരു 3-0 ജയം. രണ്ടാം മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ മെസ്സി തന്നെ നേടിയ 2 ഗോളിൽ 2-0 ജയം. അപ്പോൾ ഈ മത്സരത്തിൽ അങ്ങനെ മെസ്സി ഇല്ലാതെ, ആദ്യ 11-ൽ ഇറങ്ങിയിരിക്കുകയാണ് ജോർദാനെ കീഴടക്കാൻ. ടീം മികച്ചത് തന്നെയാണ്. ഒരു 11-ൽ 9 താരങ്ങളെയും മാറ്റിയാണ് സ്കലോണി ഇത്തവണ ടീമിനെ ഇറക്കിയിരിക്കുന്നത്. ലൗട്ടോറോ മാർട്ടിനസും ഹൂലിയൻ അൽവാരസുമാണ് മുന്നേറ്റത്തിൽ. സിമിയോണിക്കും ലോ സെൽസോക്കും ഒക്കെ തന്നെ ലോകകപ്പ് അരങ്ങേറ്റമുണ്ട്. നിക്കോ പാസിന് ആദ്യ 11-ൽ ടീം ഇടം കിട്ടുന്നു. ലിയോണൽ മെസ്സിയുടെ പിൻഗാമി എന്ന് ലോകം വാഴ്ത്തുന്ന നിക്കോ പാസിന് മെസ്സി ഇല്ലാത്ത ആ ടീമിനെ ലോകകപ്പ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കില്ല് കാണിക്കാനുള്ള വലിയ അവസരമായി വേണമെങ്കിൽ നമുക്കിത് പറയാം. അടുത്ത ലോകകപ്പൊക്കെ തന്നെ എത്തുമ്പോൾ നിക്കോ പാസ് ആവട്ടെ മെസ്സിയുടെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് ടീമിനെ നയിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും മെസ്സി രണ്ടാം പകുതിയിൽ ഇറങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗോൾ വേട്ടയിൽ ഇപ്പോൾ ലിയോണൽ മെസ്സിയാണ് 5 ഗോളുമായി മുന്നിലുള്ളത്. അപ്പോൾ മെസ്സിക്ക് ഹാലൻഡും എംബപ്പയും കഴിഞ്ഞ മത്സരത്തിൽ സ്കോർ ചെയ്തില്ല. അപ്പോൾ അവർക്കെതിരെ അവരെക്കാൾ കുറച്ചുകൂടി ലീഡ് എടുക്കാൻ മെസ്സി രണ്ടാം പകുതിയിൽ എത്തുമെന്നാണ് അർജന്റീന ആരാധകരുടെ പ്രതീക്ഷ. എസ് കെ. താങ്ക് യു അനിൽ വാസു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.